നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 12/2/2025 കൊല്ലവർഷം 1200 മകരം 30-ാം തീയതി ശുക്ലപക്ഷ പൗർണമിയും ആയില്യം നക്ഷത്രവും വരുന്ന ബുധനാഴ്ച ദിവസം സൂര്യൻ മകരൻ രാശിയിലും ചന്ദ്രൻ കർക്കിടകത്തിലും കുജൻ മിഥുനത്തിലും ബുധൻ കുംഭത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും കേതു കന്നിയിലുമായി സഞ്ചരിക്കുന്നു. ഈ സമയത്ത് 27 നക്ഷത്രക്കാർക്ക്, അതായത് 12 കൂറുകാർക്കും 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, ഈ ഏതൊക്കെ ദേവതകളെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഈ പൂർണിമ, അതായത് രണ്ടാമത്തെ മകരപൂർണിമ എന്ന് പറയാൻ പറ്റില്ല, രാത്രി 9 മണി, മകരം 30-ാം തീയതി രാത്രി 9 മണി 57 മിനിറ്റ് 41 സെക്കൻഡ് കഴിയുമ്പോഴേക്കും സൂര്യൻ മകരരാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കും. അപ്പോഴേക്കും ആയില്യം നക്ഷത്രം കഴിഞ്ഞ് ചന്ദ്രൻ ചിങ്ങൻ രാശി, കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഈ കുംഭത്തിലെ പൂർണിമ എന്ന് വേണമെങ്കിലും പറയാം. മകരമാസത്തിലെ പൂർണിമയല്ല, ശരിക്കും മകരമാസത്തിൽ കുറച്ച് സമയം രാത്രിയിലുള്ളൂ, ബാക്കി കുംഭമാസത്തിലെ പൂർണിമയായിട്ടും കൂടി കണക്കാക്കാം. എന്തായാലും ഇനി കുംഭമാസത്തിലെ അടുത്ത മാർച്ച് അവസാനം ഒരു പൂർണിമ വരുന്നുണ്ട്. അത് കുംഭത്തിൽ ഇനി പ്രത്യേകിച്ച് പൂർണിമ വരുമ്പോൾ ആ പൂർണിമ വരുന്നത് മാർച്ച് 14-ാം തീയതി, വീണ്ടും കുംഭം അവസാനിക്കുന്ന ദിവസം പൂർണിമ വരുന്നുണ്ട്. അപ്പൊ കുംഭം തുടങ്ങുന്നതും പൂർണിമയിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദയം വ്യാഴാഴ്ചയാണല്ലോ. വ്യാഴാഴ്ച ഉദിക്കുമ്പോൾ ശരിക്കും അപ്പോഴേക്കും പ്രഥമ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുംഭത്തിലെ പൂർണിമ എന്ന് പറയുന്നത് കുംഭം 30-നാണ്, അതായത് മാർച്ച് 14-ലാണ്. അപ്പൊ നമുക്ക് ഈ ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള ഈ കാലഘട്ടത്തിലെ ഈ 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത്, അതായത് ഒരു പൂർണിമ മുതൽ അടുത്ത പൗർണമി വരെയുള്ള സമയം 27 നക്ഷത്രക്കാർക്ക് എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത്, ഈ ചന്ദ്രൻ നീചരാശിയിൽ നിൽക്കുന്നവരെ, അതുപോലെ തന്നെ ചന്ദ്രൻ 8, 3, 6, 8, 12 ഭാവത്തിലൊക്കെ നിൽക്കുന്നവർക്ക് അമ്മയുടെ അനുഗ്രഹം അല്പം കുറവായിരിക്കും. അമ്മ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പോലെ തോന്നിയേക്കാം. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഫലം കൊണ്ടുവരുമ്പോൾ അമ്മയെ കുറിച്ച് ഓർത്ത് വേദനിക്കാനോ അമ്മ മുഖാന്തരം വേദന വരുവാനോ കാരണം വരാം. അതുകൊണ്ട് ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിക്കുക, പൗർണമി പൂജ ചെയ്യുക, ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുക, നവാഹം എവിടെയുണ്ടെങ്കിലും ആ നവാഹത്തിലൊക്കെ പങ്കെടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ നിത്യവും ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ തന്നെ, അതും തിങ്കളാഴ്ച ദിവസം വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ, ശ്രീ ദുർഗാ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുമ്പോൾ ഈ പൗർണമിയുടെ പൂർണ്ണഫലം കിട്ടുകയും ചെയ്യും. ചന്ദ്രൻ്റെ നീചത്വം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി എല്ലാ ഗുണഫലങ്ങളും അനുഭവ യോഗ്യമാവും. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇപ്പം ഈ പൗർണമി വന്നിരിക്കുന്നത് ആയില്യം നാള് തുടങ്ങുമല്ലോ. ആയില്യം നാള് പൗർണമി തിഥി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചന്ദ്രന്റെ ഉച്ചരാശി എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന സമയത്താണ് പൗർണമി ആരംഭിക്കുന്നത്. അത് ആയില്യം നാളെന്ന് പറയുമ്പോൾ നാഗദേവതകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം കൂടിയാണ്. അപ്പൊ നാഗദേവതകൾ 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് ചന്ദ്രന്റെ, അതായത് ആയില്യം നക്ഷത്രക്കാരുടെ 9-ാം ഭാവത്തിൽ നാഗങ്ങൾ അനുഗ്രഹസ്ഥാനത്ത് നിൽക്കുന്നു. അത് വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ആ അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തരുമ്പോൾ നമുക്ക് ഓരോ രാശിക്കാർക്കും, ഇപ്പൊ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേടൻ രാശിക്കാർക്ക് നാഗദേവതകളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നാഗദേവതകൾ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ആയില്യം നക്ഷത്രം വരുമ്പോൾ പൗർണമിയും കൂടി വരുമ്പോൾ അത്ര നല്ല സമയമല്ല
എന്നിരുന്നാലും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ഏറ്റവും നല്ല സമയമാക്കി മാറ്റാം. കാരണം 12-ൽ സർപ്പം നിൽക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങളൊക്കെ വരാം, ദുരിതങ്ങൾ, ചെറിയ പൊള്ളലുകൾ, മരുന്നിന് കൃത്യമായി ഫലിക്കാതിരിക്കലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതിന് ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിക്കുക, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടക്കുക, പൗർണമി പൂജയിൽ പങ്കുചേരുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. കഠിനാധ്വാനവും അർപ്പണബോധവും ഒക്കെ നന്നായി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ശാരീരികമായ വിഷമതകൾ, തലവേദന, തൊലിപ്പുറമേയുള്ള അസുഖങ്ങൾ, ഞരമ്പുകൾക്കൊക്കെ ഒരു വലിച്ചില് ഇവയൊക്കെ വരാം. പെട്ടെന്ന് ക്ഷീണം, ആലസ്യമൊക്കെയും വരാം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന കാര്യങ്ങൾ അല്പം അലസത വരാതെ നോക്കണം. വാക്കുകളിൽ തന്നെ ഈ ചില ഗ്രൂപ്പുകളിലൊക്കെ ചെന്ന് പെട്ടിട്ട് അബദ്ധങ്ങൾ വഴി നല്ല ബന്ധങ്ങൾക്ക് വിള്ളലുകൾ വരാം. ഈ വേണ്ട അസമയത്ത്, വേണ്ട അവസരോചിതമല്ലാതെ, ഉചിതമല്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടി വന്നത് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി തീർന്നേക്കാം. പാരമ്പര്യ സ്വത്തൊക്കെ അനുഭവയോഗ്യമായി കിട്ടും. ദാമ്പത്യ സുഖം അല്പം കുറഞ്ഞിരിക്കും. വിദേശത്ത് നിങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക്, സ്ഥിരതാമസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അവിടെ സ്ഥിരതാമസം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നാട്ടിലൊക്കെ ഒന്ന് വന്ന് പോരാനൊക്കെ ഉള്ളൊരവസ്ഥ ചിലപ്പോൾ സംജാതമായേക്കാം. അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമെങ്കിലും ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിക്കുക, പൗർണമി പൂജ ചെയ്യുക, നാഗദേവതകൾക്ക് നൂറുമ്പാലും കഴിക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി എല്ലാ അനുഗ്രഹങ്ങളും വന്നോളും. കൃഷിയും കന്നുകാലി വളർത്തലും കൈത്തൊഴിലുകളും കുടിൽ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് കുറച്ച് മെച്ചം പ്രതീക്ഷിക്കാം. അപ്പം പൗർണമി പൂജയിലൂടെ, നാഗദേവതകളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിലൂടെ മേടം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ ഈ പൗർണമി മുതൽ അടുത്ത പൗർണിമ വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയിൽ ചന്ദ്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്ന രാശിയാണ് ഇടവൻ രാശി. പക്ഷെ ഇപ്പോൾ അത് 3-ാമിടത്തേക്ക് വരികയാണല്ലോ. 3-ാമിടത്ത് നിൽക്കുമ്പോൾ അത്ര നല്ല അനുഭവങ്ങളല്ല. വരവിനേക്കാൾ ചെലവ് നന്നായിട്ട് വരും. വ്യാഴം സ്വക്ഷേത്രത്തിൽ ഉണ്ടായിട്ട് പോലും വ്യാഴം സ്വക്ഷേത്രത്തിൽ സ്വന്തം രാശിയിൽ, ഇടവൻ രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുമ്പോൾ പോലും വരവിനേക്കാൾ ചെലവുകൾ അല്പം കൂടുതലാകും. സാമ്പത്തിക എന്തൊക്കെയോ അനാവശ്യ ചിലവുകൾ വന്നു ചേർന്നേക്കാം. അതുപോലെ ഹോസ്പിറ്റൽ ചിലവുകൾ ധാരാളമായി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാതൃസ്ഥാനത്തുള്ളവർക്ക്, അതുപോലെ തന്നെ കുടുംബത്തിലെ ഇണയ്ക്കും തുണയ്ക്കുമൊക്കെ അല്പസ്വല്പ അസ്വാസ്ഥ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകം പ്രാർത്ഥനകൾ ആവശ്യമാണ്. ശസ്ത്രക്രിയകളൊക്കെ വേണ്ടി വരാം. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അമൂല്യമായി സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങളൊക്കെ ചിലപ്പം സത്യസന്ധത, കൃത്യത, അതുപോലെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനുള്ള സന്മനസ്, അതൊക്കെ എവിടെയോ കൈമോശം വന്നതുപോലെ ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടതായും വന്നേക്കാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ ബന്ധങ്ങളിൽ വിരഹം അനുഭവിക്കേണ്ടി വരാം. കൂട്ടുകാരികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രിയപ്പെട്ടവരുന്നായിരുന്ന സുഹൃത്തുക്കൾ പിരിയുന്നതിനും അവരിൽ നിന്നും ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ കേൾക്കേണ്ടി വരികയും അത് ബന്ധത്തിന് വളരെ അസഹനീയത, സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തി തീർക്കാം. വിദ്യാഭ്യാസം, വാക്കുകൾ, ധനം, കാഴ്ചപ്പാടുകൾ എല്ലാത്തിലും നല്ല നല്ല ഫലങ്ങൾ വരുമെങ്കിലും പൊതുവെ ഗുണഫലങ്ങളെക്കാൾ കൂടുതൽ ദോഷഫലങ്ങൾക്കാണ് സാധ്യത കൂടുതൽ. വിദേശ യാത്രികർക്ക്, അതുപോലെ വിദേശത്ത് സ്ഥിര താമസക്കാർക്കൊക്കെ ചെറിയ സാമ്പത്തിക നഷ്ടവും വരാം. ലഭിക്കാതിരുന്ന പണം എന്നാൽ ഈ തൊഴിൽ ഓവർ ടൈം ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ സറണ്ടറിൻ്റെ ഒക്കെ പൈസ കിട്ടാനായിട്ട് ലീവൊക്കെ ഒന്ന് വിറ്റ് കാശാക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം വരും. നേരത്തെ ചെയ്തിരുന്ന വർക്കുകളൊക്കെ പരിഗണിച്ച് പ്രത്യേക ഇൻസെൻറ്റീവോ ബോണസോ ഒക്കെ ലഭിക്കാനുള്ള ഒരു വഴിയും തെളിഞ്ഞു വരും. അങ്ങനെ അടുത്ത പൗർണമിയോട് അടുക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം
ഗുണരീതിയിലേക്ക് വരും. അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. അപ്പം നിത്യേന ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായവും 5-ാം അധ്യായവും വായിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച സോമവാര വ്രതം പറ്റുമെങ്കിലൊക്കെ തിങ്കളാഴ്ച വ്രതമെടുക്കുകയോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ശിവങ്കിൽ പിൻവിളക്കും ജലധാരയൊക്കെ നടത്തുമ്പോൾ കുടുംബ ബന്ധങ്ങളിലുള്ള അനൈക്യമൊക്കെ മാറി എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവുകൾ വളരെ കൂടിയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒന്ന് മറിച്ചു നോക്കുമ്പോൾ കുറച്ച് നല്ല സമയം വന്നു ചേരുന്നത് പോലെ തോന്നും. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടതകളും പതുക്കെ പതുക്കെ മാറി വരുന്നതായിട്ട് തോന്നും. മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്ന മൂലം, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന മൂലം ദുർഗാദേവിയുടെ അനുഗ്രഹം വന്നു ചേരുകയും ആ ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പൗർണമി നാളിൽ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. അപ്പോൾ കുടുംബ സംബന്ധമായ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടി വരാഹി ദേവിയുടെയും ദുർഗാദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈശ്വരാധീനം വർദ്ധിക്കും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെല്ലാം, ഏത് പ്രവർത്തനമാണെങ്കിലും, ഇപ്പോൾ കൂട്ടുകച്ചവടത്തിലാണെങ്കിലും മറ്റ് വ്യാപാര പ്രവർത്തനങ്ങളിലാണെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സുകളിലും ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ലാഭങ്ങൾ വന്നു തുടങ്ങും. അതുപോലെ തന്നെ തകർന്നു പോയി എന്ന് വിചാരിക്കണം ദാമ്പത്യ ജീവിതം വീണ്ടും ഒന്ന് ജീവിതത്തിനുള്ളൊരു സാഹചര്യം തെളിഞ്ഞു വരും. മക്കൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന, മക്കളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർക്ക്, രക്ഷിതാക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അത് എന്നിങ്ങനെ കമാൻഡിങ് ചെയ്തിരുന്നവരൊക്കെ വളരെ അന്യന്യ ഭാവത്തിൽ മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കും. അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇത്തിരി അധികം ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ചെറിയ കുട്ടികളുള്ളവർ കുഞ്ഞുങ്ങളെ വളരെയേറെ ശ്രദ്ധിക്കണം. അവർക്ക് എന്തെങ്കിലും വലിയ രോഗങ്ങളോ ചെറിയ അസ്വാസ്ഥ്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത് പ്രത്യേകം കുഞ്ഞുങ്ങളെ ശരിക്കും പരിഗണിക്കണം. അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം. വിഷ്ണു ഭഗവാൻ എന്തെങ്കിലുമൊക്കെ നേർച്ച ചെയ്യണം. പൗർണമി നാളിൽ തീർച്ചയായിട്ടും ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് ശിശുക്കളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വൃത്തിയായി ചെയ്യുവാനായിട്ട് സാധിക്കണം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന ആ 4 വരി നല്ല എപ്പോഴും നാമം പോലെ ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ ദുർഗയുടെ അമ്മയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. അതുവഴി വരാനിരിക്കുന്ന കഷ്ടതകളെല്ലാം മാറിക്കിട്ടും. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത് നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ നാഗദേവതകൾക്ക് അർച്ചന നടത്തുന്നതും രാഹുകേതു പൂജയൊക്കെ ചെയ്യുന്നത് കുറച്ച് നല്ലതാണ്. കർക്കിടകക്കൂറുകാരെ കുറിച്ച്, ചന്ദ്രൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കാര്യങ്ങളിൽ ആദ്യമെല്ലാം ഒരു തടസ്സം വന്നതിന് ശേഷമാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. കുടുംബ ബന്ധങ്ങളിലൊക്കെ കുറച്ച് വിള്ളലുകളും ഇങ്ങനെ കുറച്ച് മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ അടുത്ത പൗർണമിക്കുള്ളിലെല്ലാം മാറി സന്തോഷവും സമാധാനവും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമായി തീരും. ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്നുള്ളത് എപ്പോഴും പ്രാർത്ഥിക്കുക. ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായം നാരായണി സ്തുതി മുടങ്ങാതെ ജപിക്കുക. പൗർണമി പൂജ ചെയ്യുക. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സാമ്പത്തികത്തിൻ്റെ എല്ലാ കെട്ടുകളും മാറി 11-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ പൂർണ്ണഫലം അനുഭവിക്കാനാകും. വളരെ ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾ മൂലം ബന്ധുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി എല്ലാവരെയായിട്ടും നല്ല ഐക്യമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ആ പഠനത്തിലുള്ള ഒരു മികവൊക്കെ ഒന്ന് വീണ്ടും തെളിഞ്ഞു വരും. പൊതുവേ പറഞ്ഞാൽ കർക്കിടകം രാശിക്കാർ അവരുടെ രാശിനാഥനായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്ന മൂലം, ദേവി മഹാത്മ്യ പാരായണം ചെയ്യുന്ന മൂലം, തിങ്കളാഴ്ച ദിവസം ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉമാമഹേശ്വര പൂജയിലൊക്കെ പങ്കെടുക്കുക. അതുപോലെ തന്നെ പൗർണമി നാളിൽ ദുർഗാദേവിക്ക് പൂജ ചെയ്യുക, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു മാസക്കാലം എല്ലാ നന്മകളും അനുഭവയോഗ്യമാകും. വരുന്ന കഷ്ടതകളെല്ലാം മാറി ആരോഗ്യ പ്രശ്നങ്ങളും
അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാ ബന്ധങ്ങളും ഒന്ന് നല്ല രീതിയിൽ വരും. കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല, സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ നല്ല രീതിയിൽ വരുന്നതിന് അമ്മ അനുഗ്രഹിക്കും. കൃഷി രംഗത്താണെങ്കിലും കാർഷിക കലാരംഗത്താണെങ്കിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനായി പ്രാർത്ഥനകൾ നടത്തുക. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അകാരണമായ ഭയവും ശത്രുതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സുഹൃത്ത് ബന്ധുക്കളിൽ കുറച്ച് ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കൂട്ടുകെട്ടുകൾ അല്പം വഷളായി തീരുവാനൊക്കെയുള്ള ഒരു സാഹചര്യം വരും. അതുപോലെ വിശ്വാസവഞ്ചന, വളരെ ആത്മാർത്ഥമായി നിന്നവരെ പ്രതീക്ഷിക്കാത്ത സമയത്തൊരു ചതിവ് കാണിക്കുമ്പോൾ അതൊക്കെ നമുക്ക് മാനസികമായ ഭയങ്കര ബുദ്ധിമുട്ടുകൾക്ക് കാര്യമാവും. അതുപോലെ തന്നെ എവിടെ എന്തൊക്കെയോ അപകടങ്ങൾ വരാൻ പോകുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, എന്തോ ഇങ്ങനെ മനസ്സിൽ വല്ലാത്ത ഭീതി, എന്തൊക്കെയോ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരും, കേസ് എന്തെങ്കിലും വരുമോ, അപകടങ്ങൾ എന്തെങ്കിലും വരുമോ, ഇങ്ങനെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ വരാനുള്ള ഒരു സമയമാണ്. അപ്പം മനസ്സാന്നിധ്യത്തോടുകൂടി വരാഹി ദേവിയെ രാത്രി സമയത്തും പകൽ സമയത്ത് ദുർഗാദേവിയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റുമെങ്കിൽ മന്ത്രം ജപിക്കാനുള്ളൊരു കോൺസെൻട്രേഷൻ കിട്ടില്ല എങ്കിൽ ഓം ഹ്രീം ആനന്ദേശ്വരായ നമ, ഓം ഹ്രീം ആനന്ദേശ്വരായ നമ, ഓം ഹ്രീം ആനന്ദേശ്വരായ നമ എന്നോ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നോ ഒരു 108 പ്രാവശ്യം എഴുതുക. ഒന്നും പറ്റില്ലെങ്കിൽ ഓം നമ ശിവായ ശിവേ നമ, ഓം നമ ശിവായ ശിവേ നമ എന്നോ, ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നോ, ഏതെങ്കിലും, അതായത് ശിവനെ പാർവതിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാമങ്ങൾ 108 പ്രാവശ്യം എഴുതിയാൽ പെട്ടെന്ന് മാറ്റം വരും. പിന്നെ അയില്യനാളിലായതുകൊണ്ട് നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അയില്യനാളിലാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അയില്യനാളിലായതുകൊണ്ട് നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത്, കാരണം 8-ലാണ് നാഗദേവതകൾ ഇപ്പം നിൽക്കുന്നത്. അപ്പം നാഗദേവതകളുടെ ഒരു അനുഗ്രഹം, നവനാഗ സ്തോത്രമൊക്കെ ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ ആനന്ദം വാസിയും ശേഷം പത്മനാഭൻ ജകാവളം ശംഖപാലം ധൃതരാഷ്ട്രം തർഷകൻ കാളിയൻ തഥാ ഏതാനി നവനാമാനി നാഗാനാഞ്ച മഹാത്മന സായങ്കാലേ വടേ നിത്യം പ്രാതങ്കാലേ വിശേഷതഃ നസ്യൽ വിഷവയം തസ്യ സർവത്ര വിജയീഭവാന്ന്. അതുപോലെ തന്നെ നാഗദേവതകളുടെ കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. 2-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട്. അപ്പോൾ രാഹുകേതു പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോഴും കൂടുതൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഈ വരാനിരിക്കുന്ന കഷ്ടതകൾ, ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രഹനിർമ്മാണം, മാതാപിതാക്കളോടും മറ്റു ബന്ധുക്കളുള്ള ഒരു ആശയവിനിമയം, രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു നല്ല വീട് പണിയണമെന്ന് ആഗ്രഹിക്കുക, അതിന് വേണ്ടിയിട്ട് വളരെ കഠിന പ്രയത്നം നടത്തി വീട് പണിത് തീരാറാകുമ്പോഴേക്കും അവരുമായിട്ട് സഹോദരങ്ങളുമായിട്ടോ അതുപോലെ തന്നെ വീട്ടിലെ രക്ഷിതാക്കളുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ചെയ്തിട്ട് അവസാനം എല്ലാ സമയം കൊണ്ടുപോയി കുടം ഉടയ്ക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ചെന്ന് ചേരരുത്. എല്ലാവരോടും സൗഹൃദം നിലനിർത്തി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാഗദേവതകളെയും ദുർഗാദേവിയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. 10-ലെ വ്യാഴത്തിൻ്റെതായ അലച്ചിലുള്ളത് കൊണ്ട് സാമ്പത്തികം നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ രീതിയിൽ പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. കന്നിക്കൂറ് എന്ന് പറയുമ്പോഴത്തേക്കും വാക്കുകൾ തന്നെ ഈ രാശിയിൽ തന്നെ കേതു നിൽക്കുന്നതുകൊണ്ട് എന്താ പറയണത് എന്താ ചെയ്യണത് എന്നറിയില്ല. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത പോലെ ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ തന്നെ നമുക്ക് ഒരു വാക്ക് പാലിക്കുന്നവരാണെന്നുള്ളൊരു പേര് ഒരു കാര്യം പറയും, മറ്റൊന്ന് ചെയ്യും എന്നുള്ള ഒരു പേര് ദോഷം കേൾക്കാൻ ഇടവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പെൺകുട്ടികൾക്ക് പഠന മികവിനുള്ള സാഹചര്യമുണ്ട്. അത് തെളിയിക്കാനുള്ള അവസരം വരുമ്പോൾ അത് നന്നായി മൂകാംബി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാം പഠന മികവിനുള്ള കിട്ടുന്ന അവസരം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ ധനവിനിയോഗം, വാക്കുകളുടെ വിനിയോഗം ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാണാൻ ഈ ചിലതൊക്കെ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുക.
അതുപോലെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ സാധിക്കുക, അതുപോലെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം സമയാസമയത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഇതിനൊക്കെ വരാഹി ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് ഒരു പഴമോ ശർക്കരയോ നാളികേരപ്പോളോ ഒക്കെ കൊടുത്ത് എല്ലാ സന്തോഷവും നിലനിർത്തുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. പറ്റുമെങ്കിൽ ഒരു കഷ്ണം കരിമ്പോ അല്ലെങ്കിൽ ശർക്കരയോ കൊട്ടത്തേങ്ങയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ആ കേതുവിൽ നിന്നുള്ള കെട്ടുകളെല്ലാം മാറും. കണ്ടകശനി കാലമായതുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൗർണമി പൂജയിലൂടെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാവും. തീർച്ചയായും ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാനായി ഉമാമഹേശ്വര പൂജ നടത്തുന്നിടത്ത് പോയി പങ്കുകൊള്ളുക. അപ്പോൾ തീർച്ചയായും എല്ലാം അനുകൂല ഫലങ്ങൾ നൽകും. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനമുള്ള സമയം അല്ല. എന്നിരുന്നാൽ പോലും പ്രാർത്ഥനകൾ കൊണ്ട് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ലക്ഷ്മി ദേവി രാശിനാഥയായ ലക്ഷ്മി ദേവി മഹാലക്ഷ്മി അഷ്ടകം നിത്യം ജപിക്കുന്നുണ്ട്, മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, കനകധാര ജപിക്കുന്നുണ്ട്, ലളിതാ സഹസ്രനാമം മുടങ്ങാതെ ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പൗർണമി നാളിൽ തന്നെ ത്രിശതിയോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്ത് യഥാശക്തി അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും തെളിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായം 5-ാം അധ്യായം വായിക്കാൻ ശ്രമിക്കുക. അത് ചെയ്യുന്നതോടെ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. ദീർഘസമ്പത്തിൽ നിന്നും ധനലാഭം ഉണ്ടാകും. വളരെ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന ആ വേദനകളൊക്കെ കുറേശ്ശെ കുറഞ്ഞു വന്നൊരു സമാധാനത്തിൻ്റെ ഒരു വഴിയിലേക്ക് വരും. രോഗങ്ങളൊക്കെ ഒരു ശമന സാധ്യത കാണും. കലാ സാഹിത്യം കരകൗശല നിർമ്മാണം സ്വയം തൊഴിലിവയിലെല്ലാം ഒരു വിജയം വന്നു ചേരും. 7-ാം ഭാവാധിപനായ ചൊവ്വ 9-ൽ നിൽക്കുന്നതുകൊണ്ട് 10-ൽ കർമ്മസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് ഈ പൗർണമി നാളിലെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുകയും പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. അടുത്ത പൗർണമി വരെ, അതായത് നാഗദേവതകളുടെയും കൂടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് അടുത്ത പൗർണമി വരെ ഈ സൗഭാഗ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാനും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും തുലാരാശിക്കാർക്ക് കഴിയും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ, മഹാകാളിയും മഹാസരസ്വതിയും മഹാലക്ഷ്മിയുമായ കുടുംബം മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കും കൂടി ചെയ്യുമ്പോൾ എല്ലാം നല്ല ശുഭപര്യവസാനിയായി തീരും. ഈ ഒരു മാസക്കാലം ഏറ്റവും ദുർഗാദേവിയെയും മഹാവിഷ്ണുവിനെയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയെയും നാഗദേവതകളെയും കൂടി പ്രാർത്ഥിക്കുന്നത് അപ്പത്തിന് നെയ്യേറുന്ന പോലെ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക രാശിക്കാർക്ക് പൊതുവേ പറഞ്ഞാൽ അല്പം ഗുണങ്ങളുടെ ഒരു കാലമാണ്. വൃശ്ചിക രാശിക്കാർക്ക് കണ്ടകശനിയൊക്കെ ആണെങ്കിൽ പോലും എന്തെങ്കിലും ചെയ്താൽ വിജയിക്കുക. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ശരിക്കും നല്ല സഹകരണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മാനസിക വിഷമങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് സമാധാന വാക്കുകൾ, സാന്ത്വന വാക്കുകളൊക്കെ പറയാൻ കുടുംബക്കാരെക്കാളേറെ സുഹൃബന്ധങ്ങൾ സഹായിക്കും. ദുശീലങ്ങൾ ചെന്ന് പെടാതിരിക്കുന്നതിന് അവരുടെ സുഹൃത്തുക്കളുമായി നല്ല രീതിയിൽ പെരുമാറുക. വ്യാപാര വ്യവസായ മേഖലകളിൽ ഒരു പുനർജീവൻ വരും. അതുപോലെ തന്നെ അപ്രതീക്ഷിത ചില മാറ്റങ്ങൾ വ്യാപാര മേഖലയിൽ വന്നു ചേരാം. ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പതുക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് നല്ല ജോലി ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള ക്രിയകളെല്ലാം ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കറക്റ്റായിട്ട് എല്ലാം ഭംഗിയായി ചെയ്തു പോകാനുള്ളൊരു ശ്രമം നടത്തണം. അപ്പോഴാണ് വിജയം ഉണ്ടാവുക. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരു ഓർഡറൊക്കെ കിട്ടും. അപ്പം അതിനനുസരിച്ചിട്ട് ആ ഗൃഹനിർമ്മാണം പതുക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു മാസത്തോടുകൂടി കുറച്ച് അനുകൂലമായ ഫലങ്ങൾ, കാരണം 8-ൽ നിൽക്കുന്ന ചൊവ്വയും 9-ൽ നിൽക്കുന്ന ചന്ദ്രനുമൊക്കെ അനുകൂല ഫലം
ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ദുർഗാദേവിയെയും കാളിയും മഹാപരമേശ്വരിയുമായ മൂകാംബി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാ അർച്ചനകളും പൂജകളും ചെയ്യുന്നതോടുകൂടി പൗർണമി നാളിൽ പ്രാർത്ഥനകൾ ചെയ്യുന്നതോടുകൂടി നാഗദേവതകൾക്ക് അഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകവും അതുപോലെ തന്നെ പാലഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുറച്ചൊക്കെ, കാരണം ധനവിനിയോഗത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധയൊക്കെ വയ്ക്കാം, വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. അതുപോലെ കണ്ണിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി കുറച്ച് സാമ്പത്തികം വരുന്നത് പോലെ തന്നെ ചില വാക്കുകളിലൊക്കെ ഉണ്ടായിരുന്ന പാരുഷ്യമൊക്കെ മാറി നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുക, കണ്ണിൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുക. അതുപോലെ മാനസിക പ്രശ്നങ്ങളൊക്കെ കുറച്ച് മാറി സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും. സഹോദരങ്ങളുമായി ഒരു ഐക്യത്തിൽ വന്നു ചേരും. കൃഷിസ്ഥലത്ത് പുതിയ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളൊരവസരം ലഭിക്കും. നാൽക്കാലികളിൽ നിന്ന് എന്തെങ്കിലും ഗുണം ലഭിക്കും. അതുപോലെ ഗൃഹനിർമ്മാണത്തിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമുള്ള ചെറിയ തീരുമാനങ്ങൾ ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് ധനം സമ്പാദിക്കുകയും ചെയ്യും. ഉപാസനകളൊക്കെ കുറച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് ഉപാസനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒരു മനസ്സന്തോഷം നിലനിർത്തുവാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ധനുരാശിക്കാർ അവരുടെ രാശിനാഥനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പൗർണമി നാളിലും ആയില്യ നക്ഷത്രത്തിലൊക്കെ ആയതുകൊണ്ട് ആ പൗർണമി പൂജ ചെയ്യുക, വരാഹി ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശരിക്കും ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായം നാരായണി സ്തുതി, അതുപോലെ 5-ാം അധ്യായം യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമോ നമ, ഉമാമഹേശ്വര പൂജ പറ്റുമ്പോഴാണെങ്കിൽ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോയിട്ട്, പറ്റുവാണെങ്കിൽ ശിവനും പാർവതിയും കൂടെ ക്ഷേത്രത്തിൽ പോയി ജലധാരയ്ക്ക് കൊടുത്ത് പിൻവിളക്കിൽ എണ്ണയും കൊടുത്തിട്ട് ഉമയെയും മഹേശ്വരനെയും മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുക. ഓം ഹ്രീം ആനന്ദേശ്വരായ എന്നൊരു 108 പ്രാവശ്യം എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ലിഖിത ജപങ്ങൾക്ക് ഫലം കൂടുതലാണ്. ഓം നമ ശിവായ, ശിവേ നമ എന്നൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ പൂർണ്ണ ഫലം വന്നു ചേരുന്നതാണ്. അടുത്ത പൗർണമിക്കുള്ളിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരും. അപ്പം അതുകൊണ്ട് ധനുരാശിക്കാർ അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല കാര്യങ്ങൾ സഹോദരന്മാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നല്ല സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണം ഒന്ന് മന്ദഗതിയിലായിരുന്നത് പെട്ടെന്ന് അങ്ങോട്ട് വേഗം പണി തീർത്ത് മീനത്തിലോ അല്ലെങ്കിൽ മേടത്തിലോ പാലുകാഴ്ച നടത്തുവാൻ വേണ്ട രീതിയിൽ ശീഘ്രഗതിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. സന്താനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ അസ്വാസ്ഥ്യങ്ങളോ ആലസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി. പ്രാർത്ഥനകൾ കൊണ്ട് കുറച്ച് അവർക്കൊരു ഉഷാറ്, ദൃഷ്ടിദോഷങ്ങളൊക്കെ നാളികേരം ഒഴിഞ്ഞും അതുപോലെ തന്നെ വെൺകടുകും പച്ചക്കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് കത്തിക്കുന്നതോടെ കുട്ടികളുടെ ദൃഷ്ടിദോഷവും അതുപോലെ അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറി കുട്ടികൾക്ക് ഒരു ഉണർവും ഉന്മേഷവും വരും. തനിക്ക് തന്നെ ആലസ്യങ്ങൾ 2-ൽ ശനിയുള്ളതുകൊണ്ട് കുറച്ച് ആലസ്യം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി പുതിയ ഒരു വെളിച്ചം. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നവരോടുകൂടി പൗർണമി പൂജ ചെയ്യുന്നവരുടെ നാഗദേവതകൾ 1-ാം ഭാവത്തിൽ നാഗങ്ങളാണല്ലോ, അപ്പോൾ അവരുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും. കർമ്മസ്ഥാനത്ത് നല്ല മാറ്റങ്ങൾ വരികയും അതുവഴി സാമ്പത്തികത്തിൻ്റെ നില മെച്ചപ്പെടുകയും ചെയ്യും. പൊതുവെ പറഞ്ഞാൽ മകരം രാശിക്കാർക്ക് ഈ പൗർണമി നാളിൽ പൂജയും പ്രാർത്ഥനയും ചെയ്ത് നാഗദേവതകളെ പ്രാർത്ഥിക്കുകയും തുടർന്നുള്ള ഒരു 18 ദിവസം മുടങ്ങാതെ നാഗദേവതകളെയും മഹാലക്ഷ്മിയെയും വരാഹി ദേവിയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സാധിക്കും. അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദുർഗാദേവി ശരണം അഹം പ്രപദ്യേ. അതുപോലെ തന്നെ നാഗങ്ങളുടെ ഓം നാഗരാജാവേ നമസ്തേ നമസ്തുതേ നാഗേഷ്യമേ കൈതൊഴുന്നേന്നുള്ള നാഗരാജ സ്തുതിയൊക്കെ ജപിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും.
കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പൗർണമി പൂജയും നാഗപൂജയൊക്കെ ചെയ്യുമ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന നാഗങ്ങളുടെ അനുഗ്രഹം കിട്ടുക മാത്രമല്ല, ആ ചന്ദ്രൻ 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത്ര നല്ല ഗുണഫലങ്ങളല്ല ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ പൗർണമിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഇവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പൗർണമി പൂജ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പൗർണമി നാളിൽ വരാഹി ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ആ സൗഭാഗ്യങ്ങൾ വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തികത്തിൻ്റെതാണെങ്കിലും സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിലും ധനസംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറി സാമ്പത്തികവും സാമൂഹികമായ അംഗീകാരം, പ്രോത്സാഹനം, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാവിധ സമ്പാദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നതിനും പൂർണ്ണമായ ഒരു വിജയം ഏത് രംഗത്തിറങ്ങിയാലും അവിടെ ഇപ്പം കൃഷി രംഗത്തായാലും അതുപോലെ തന്നെ കലാരംഗത്താണേലും കായിക രംഗത്താണേലും കർമ്മരംഗത്താണേലും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതിന് വരാഹി ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. പൗർണമി നാളിൽ ഒരു 8-9 മണിക്ക് സൂര്യൻ മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് മാറുന്ന ആ കുംഭ സംക്രമ സമയത്ത് പൂർണ്ണമായിട്ടും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടെ ഈ കുംഭമാസം മുഴുവൻ പൂർണ്ണ ഫലം ലഭിക്കുന്നതായിരിക്കും. അതിന് എല്ലാ അനുഗ്രഹവും ഉണ്ടാകാൻ വേണ്ടി പൗർണമി നാളിൽ പ്രാർത്ഥന ചെയ്യുന്നത്, നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത് എല്ലാം ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിയിൽ നിൽക്കുന്ന സർപ്പം, അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ. അപ്പം മനസ്സിന് പല വിധത്തിലുള്ള ചാഞ്ചാട്ടവും കഷ്ടപ്പാടുകളൊക്കെ ആയിരുന്നു. വ്യാഴം 3ൽ നിൽക്കുന്നുണ്ട്. വ്യാഴത്തിൽ വരവിനേക്കാൾ ചെലവ് കൂടുതൽ. ജോലിയാണെങ്കിൽ ഒന്നും കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. കർമ്മരംഗത്ത് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്, പക്ഷെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാൻ ഒരു സമയ പരിമിതി വരുന്നത് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഈശ്വര വിശ്വാസവും കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കും. ഒരു പരിധിവരെ അതിലൊക്കെ വിജയിക്കാൻ സാധിക്കും. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറുവാൻ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വരാഹി ദേവിയെ കൂടെ പ്രാർത്ഥിക്കുക. വലിയ ഇപ്പം ഈ സൈനിക സേവന ആഗ്രഹിക്കുന്നവർക്ക്, അതിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഈ വായു, ജലം, വാഹനങ്ങൾ ഇവയിലൊക്കെ പഞ്ചഭൂതങ്ങളിൽ അപ്പം അഗ്നിഭയമാണ് വരാം. ഇങ്ങനെ വായുക്ഷോഭങ്ങൾ അങ്ങനെ വരാം. അതായത് പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ ചെന്നപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വാഹന അപകടങ്ങളൊക്കെ വരാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം മാർഗസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും തനിക്കും ഇണയ്ക്കും സന്തതികൾക്കൊക്കെ ചെറിയ അപകട സാധ്യതകൾ ഉള്ളത് കൊണ്ട് ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഉമയെയും മഹേശ്വരനെയും പ്രാർത്ഥിക്കുക. ഒരു 14 ദിവസം മുടങ്ങാതെ ദുർഗാദേവിയെ നാരായണി സ്തുതി ചൊല്ലി പഞ്ചമോധ്യായം, ദേവി മഹാത്മ്യത്തിലെ പഞ്ചമോധ്യായം, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമം ചൊല്ലി നവനാഗ സ്തുതിയൊക്കെ ചൊല്ലി കഴിയുമ്പോൾ എല്ലാം ഈ ഒരു മാസക്കാലം ഏറ്റവും അനുകൂലമായ ഫലം. ഈ പൗർണമി മുതൽ അടുത്ത പൗർണമി വരെയുള്ള 28 നാൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാവും. ഈ 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും 12/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസക്കാലം, ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെയുള്ള ഒരു കാലഘട്ടം എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം, ഉമയും മഹേശ്വരനെയും പ്രാർത്ഥിക്കുന്നത് മൂലം, നാഗദേവതകളെ പ്രാർത്ഥിക്കുന്ന മൂലം എല്ലാ അനുഗ്രഹവും നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നാഗദേവതകളുടെ അനുഗ്രഹം, വരാഹി അമ്മയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.